അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് റവ കേസരിയാട്ടാ. അപ്പൊ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു 5 മിനിറ്റാ വേണ്ടുള്ളത് ഉണ്ടാക്കാൻ. അപ്പൊ അതിനൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആ നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കൊടുത്ത പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ റവ വറുത്ത റവയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി റവ വറുത്തത് കിട്ടില്ലാച്ചെങ്കിൽ റവ ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കുക. ഇനി അതിലേക്ക് പാല് 4 കപ്പ് പാലിൽ 4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് ചൂടായി വരുമ്പോഴേക്കും അതിൽ പഞ്ചസാര 1 കപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും അത് ഫുഡ് കളർ വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് സ്വല്പം ഏലക്കായുടെ നുള്ളു പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അത് പതവെച്ച് വരുന്നോടുകൂടെ വറുത്ത് വെച്ച റവ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കുള്ളൂ. അപ്പോൾ ഇളക്കി കൊടുത്ത് നല്ല കട്ടിയിലായിട്ട് വരുമ്പോൾ ഒരു കിണ്ണത്തില് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ സ്വല്പം നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കയ്യിലോണ്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അതൊരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇത് നമുക്കിങ്ങനെ കൽത്തപ്പൊക്കെ മുറിക്കണ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു കേസരിയാണ് റവ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.